ഹായ്, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ദയയുടെ 14ാമത്തെ ലൈവാണ് ഈ പ്രാവശ്യത്തെ. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, ആദ്യം തന്നെ അത് അറിയിക്കുന്നു. കാരണം 10ഓളം വിലമതിക്കാനാവാത്ത ജീവനുകൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു യജ്ഞത്തിൽ എനിക്കും ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. ദയയുടെ ഈ ഒരു സംരംഭത്തിന് ആദ്യം തന്നെ വലിയ ആശംസകളും എൻ്റെ അകമഴിഞ്ഞ സപ്പോർട്ടും അറിയിക്കുകയാണ്. ഒരുപാട് സന്തോഷം. ഹായ് 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 വിദ്യാശങ്കർ ചേട്ടാ ഹായ്, വിദ്യ ചേച്ചി, ഉണ്ണികൃഷ്ണൻ ചേട്ടാ ഹായ്. ഇപ്പോൾ ദയയുടെ ചെയർമാനായ രമേശ് ചേട്ടൻ, ഇപ്പോൾ ഞാൻ 2ാമത്തെ തവണയാണ് ദയയിൽ വരുന്നത്. കഴിഞ്ഞ വർഷം ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 2ാമത്തെ ഫേസ്ബുക്ക് ലൈവാണ്. ഒരുപാട് നല്ല നല്ല ആർട്ടിസ്റ്റുകൾ വന്ന ഒരു പേജാണ്, ഓർഗനൈസേഷനാണ്. അപ്പോൾ അതിലൊരാളായിട്ട് എനിക്കും വരാൻ സാധിച്ചൊരു സന്തോഷം. അപ്പോൾ രമേശ് ചേട്ടന് ഒരുപാട് നന്ദി. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട ലക്ഷ്മി ചേച്ചി ഫോർമാലിറ്റി ഒന്നും വേണ്ട എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കൾച്ചറൽ കോർഡിനേറ്ററാണ് ദയയുടെ. എന്നാലും ഒരു എന്താ പറയുക, ഒരു ചെറിയ ഫോർമാലിറ്റിയുടെ പേരിൽ താങ്ക് യു. പിന്നെ ഹരിപ്രസാദ് ചേട്ടനും ഒരുപാട് നന്ദി. അപ്പോൾ ഇവരാണ് ദയയിൽ വീണ്ടും വരാൻ കാരണക്കാരായത്. താങ്ക് യു ഷായി ചേട്ടാ. ഹായ് ടീച്ചർ, ഗുഡ് ഈവനിങ്. കൃഷ്ണലീല ടീച്ചർ ഹായ്. ഹായ് ലളിത ചേച്ചി, ഗുഡ് ഈവനിങ്. ഹായ് ഉമ്മ ചേച്ചി. ഉണ്ണികൃഷ്ണൻ ചേട്ടാ ഓർമ്മയുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത്, ഇങ്ങനത്തെ ഒരു ലൈവിന്റെ പ്രസക്തി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇപ്പം ഞാനെന്നല്ല, വേറെ ഏത് ആർട്ടിസ്റ്റുകൾ വന്നാലും അതിന്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് ദയയിലേക്കുള്ള നമ്മുടെ 10ഓളം വരുന്ന ആളുകളെ സംരക്ഷിക്കാനുള്ള, അവർക്ക് തണലേകാൻ വേണ്ടിയിട്ടുള്ള ധനസമാഹരണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങളാൽ കഴിയുന്ന ഒരു എമൗണ്ട് എല്ലാവരും പ്രൊവൈഡ് ചെയ്യുക. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഇവിടെ കമന്റിലും രമേശ് ചേട്ടനൊക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. അപ്പോൾ കഴിയുന്ന ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ദയവ് ചെയ്ത് നിങ്ങളിൽ കഴിയുന്ന എന്തെങ്കിലും ഒരു എമൗണ്ട്, അത് എത്രയാന്ന് വെച്ചാൽ ഇന്ന സംഖ്യ എന്നൊന്നുമില്ല, അത് മറ്റൊരാൾക്ക് സഹായകരമാകുമെങ്കിൽ അത് ഉപകരിക്കട്ടെ. അത് ദയയിലൂടെ അതിനെ സാധിക്കുന്നു എന്നുള്ളതിൽ അത് വലിയൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. എല്ലാവരും ഇപ്പോൾ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് എല്ലാവരും സേഫ് അല്ലേ എന്നുള്ള ചോദ്യം വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ചോദ്യമായി മാറിയിരിക്കുകയാണ്. ഷായി ചേട്ടാ ഒരുപാട് നന്ദി. അദ്ദേഹം 500 രൂപ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഹായ് മധു ചേട്ടാ. മഞ്ജുള ചേച്ചി ഹായ്, നമസ്കാരം. അതുപോലെ ഞാൻ പറയാമെന്ന് വിട്ടുപോയി, ഇപ്പോഴത്തെ ഒരു സമയമായതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെയാണ്. അപ്പോൾ വാക്സിനൊക്കെ എല്ലാവർക്കും കിട്ടിത്തുടങ്ങുന്നതേ ഉള്ളൂ. എന്നാലും എല്ലാവരും സേഫായിട്ടിരിക്കുക. ഇപ്പോഴത്തെ ഒരു അവസ്ഥയൊക്കെ മാറി പണ്ടത്തേതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു അവസ്ഥ എല്ലാവർക്കും, എല്ലാ മനുഷ്യർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ നമ്മൾ കുറേ അതിനെക്കുറിച്ചിട്ട് എന്താ പറയുക, ഭയങ്കരമായിട്ട് എല്ലാ മനുഷ്യരും കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് അത്തരം കാര്യങ്ങളൊന്നും സംസാരിക്കാൻ ഞാനും ഉദ്ദേശിക്കുന്നില്ല. എല്ലാവരും ഉള്ള സമയം സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കേൾക്കാനും കാണാനും സംസാരിക്കാനും ശ്രമിക്കുക. കാരണം കൂടുതലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഇത്തരത്തിൽ സംഭവങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിലേക്കൊന്നും അധികം പോവാതെ മനസ്സ് സന്തോഷമായിട്ട് വെക്കാൻ പരമാവധി ശ്രമിക്കുക എന്നല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പരമാവധി ശ്രമിക്കുക. ഹായ് ദേവ, ബിനു ചേട്ടാ, ഉണ്ണീഷൻ ചേട്ടാ, ഞാൻ എല്ലാവരും കാണുന്നുണ്ട്. ഞാൻ ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ചിലരെ മിസ്സായി പോകുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും ക്ഷമിക്കുക. ഹായ് രാജേഷ് ചേട്ടാ.
ഹായ് സുനിലേട്ടാ, ഹാപ്പി ടു സീ യു. ഇവിടെയും തിരിച്ചും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഷുക്കൂർ ബായ് ഹായ്. ഹായ് രേമ ചേച്ചി, നമസ്കാരം. മോഹൻ ചേട്ടാ താങ്ക് യു. ഹായ് ശ്രീലത ചേച്ചി, ദിവ്യ ഹായ്. ഹായ് ശശിധരൻ ചേട്ടാ, ഹായ് ജയ ഹായ്. ഹായ് കൃഷ്ണ സ്വരാജ് ഹായ്. മുകേഷ് ഹായ്. രമേശ് കെ കാരുണ്യം ഹായ്. രാജീവേട്ടൻ ഷായി ചേട്ടനെ നന്ദി അറിയിച്ചിട്ടുണ്ട്. ഹായ് ലക്ഷ്മി ചേച്ചി. ഓക്കെ, അപ്പോൾ ശാലിനി ഹായ് ഡിയർ, ഗുഡ് ഈവനിങ്, താങ്ക് യു. തിരിച്ചും നല്ലൊരു സായാഹ്നം. സായാഹ്നം ഏതാണ്ട് കഴിഞ്ഞല്ലേ, 7 മണിയായല്ലോ. ഹായ് മിനി ചേച്ചി. താര ഹായ്. എം ബീന ഹായ്. ഷുക്കൂർ ഭായ് ഒരു മെലഡി സോങ് എന്തായാലും പാടാം. അപ്പം ഞാൻ എന്തായാലും എൻ്റെ അടുത്ത് ലക്ഷ്മി ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈറൻ മേഘം പാടണം നീ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും ആദ്യം ഞാൻ ഈറൻ മേഘം എന്ന പാട്ട് തന്നെ പാടി തുടങ്ങാണ്. എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഇത്തരത്തിൽ ഉള്ള ലൈവ് പരിപാടികളുടെ ദയയിലൂടെയുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ദയ സംരക്ഷിക്കുന്ന 10ഓളം വരുന്ന ആളുകളെ അവർക്ക് തണലേകാൻ വേണ്ടിയിട്ടുള്ള ധനസമാഹരണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഷായി ചേട്ടനൊക്കെ നേരത്തെ ചെയ്ത പോലെ പറ്റുന്ന എമൗണ്ട് എല്ലാവരും ദയയുടെ അക്കൗണ്ടിലേക്കും അല്ലെങ്കിൽ ഗൂഗിൾ പേ ആയിട്ടും ചെയ്യാം. അപ്പോൾ ഇതെല്ലാവരും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് ബോറടിപ്പിക്കില്ല, എങ്കിലും എൻ്റെ ഒരു കടമ എന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പോൾ ഈറൻ മേഘം എന്ന ഗാനം എല്ലാവർക്കും വേണ്ടി പാടുന്നു. ലക്ഷ്മി ചേച്ചിക്ക് പ്രത്യേകിച്ച് ഡെഡിക്കേറ്റ് ചെയ്യുന്നു, കാരണം ചേച്ചി എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞാണ്. ഇനി അതല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട്, ഈ ലൈവ് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് നീ പാടിയില്ല എന്നോട്ട് എന്നെ വിളിച്ച് ചീത്ത പറയും. അതുകൊണ്ട് എന്നത് ആദ്യം തന്നെ പാടണം. മഴ കാത്തു കഴിയുന്ന മനസ്സിന്റെ വേഴാമ്പൽ ഒരു മാരി മൂകിലിനെ പ്രണയിച്ചു പോയി. പൂവമ്പനമ്പലത്തിൽ പൂജയ്ക്കു പോകുമ്പോൾ പൊന്നും മിന്നും നിന്നെ അണിയിക്കും ഞാൻ. വാനിടം മംഗളമാലപിക്കേ ഓമനെ നിന്നെ ഞാൻ സ്വന്തമാക്കും. ഈറൻ മേഘം പൂവും കൊണ്ടേ പൂജയ്ക്കായി ക്ഷേത്രത്തിൽ പോകുമ്പോൾ പൂങ്കാറ്റും സോപാനം പാടുമ്പോൾ പൂക്കാരി നിന്നെ കണ്ടു ഞാൻ. ആ ആ ഓക്കെ, താങ്ക് യു ശോഭ ചേച്ചി, സൂപ്പർ സൗണ്ട്. ഡാഷ് ഏട്ടാ താങ്ക് യു. കൃഷ്ണലീല ടീച്ചർ താങ്ക് യു. ഇഷ്ടപ്പെട്ട പാട്ടാണെന്ന് പറഞ്ഞതിൽ. നല്ലൊരു പാട്ടാണ്. ചിത്രം എന്ന സിനിമയിൽ കണ്ണൂർ രാജൻ മാഷ് മ്യൂസിക് ചെയ്ത് MG സാർ പാടി ലാലേട്ടൻ അടിപൊളിയായിട്ട് അഭിനയിച്ചു വെച്ചിട്ടുള്ള ഒരു പാട്ടാണ്. എല്ലാവരുടെയും മനസ്സിലുള്ള പാട്ടാണ്. താങ്ക് യു ഉണ്ണികൃഷ്ണൻ ചേട്ടാ. പാർവതി ചേച്ചി താങ്ക് യു. മായ മോഹ ഏലം ഫ്രം കുട്ടനാടൻ ബ്ലോഗ്, അത് ഞാൻ പാടാം. ഏലം പിടിയല്ലോ, ഞാൻ പാടാം. ഒരു നറു പുഷ്പമായി പാടാം. ബിനു ചേട്ടാ താങ്ക് യു. രാജേഷ് ചേട്ടാ താങ്ക് യു. സരീക ചേച്ചി താങ്ക് യു. സുനിൽ പാലക്കോട്, മൈ സൺ ശ്രീറാം ഈസ് യുവർ ഗ്രേറ്റ് ഫാൻ. മീ ടു. ശ്രീറാമിന്റെ അടുത്ത് എൻ്റെ വലിയൊരു ഹായ്. ഇപ്പോൾ 10ാം ക്ലാസ്സിലാണോ പഠിക്കുന്നത്? അപ്പോൾ നന്നായിട്ട് പഠിക്കാൻ പറയൂ. വീട്ടിൽ തന്നെ ആയതുകൊണ്ട് നമ്മൾ പഠിച്ച 10ാം ക്ലാസ്സിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് അവർ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും. എന്നാലും നന്നായിട്ട് പഠിക്കാൻ പറയും.
വിദ്യാശങ്കർ ഗ്രേറ്റ് സിംഗ്, താങ്ക് യു ചേട്ടാ. ദേവു താങ്ക് യു. ദീപ സൂപ്പർ ശ്രീ താങ്ക് യു. പിന്നെ ഔമ ചേച്ചി ഉയർ സോങ് പാടാം തീർച്ചയായിട്ടും. അപ്പോ ഒരു നിറ പുഷ്പമായി എന്നുള്ള പാട്ട് ലിറിക്സ്, എനിക്ക് ചില പാട്ടുകൾ ലിറിക്സ് കുഴപ്പമാവും, അപ്പൊ നിങ്ങൾ ക്ഷമിക്കണം. ഗോകുൽ ഹായ്, നമസ്കാരം. കൃഷ്ണ സ്വരാജ് ഫ്ലവേഴ്സ് ചാനലിൽ പാടിയ പാട്ട് കുറെ പാട്ടുണ്ട്, അതിൽ ഏതാണെന്ന് പറയാൻ പറ്റുമോ? ഒരു നറു പുഷ്പമായി എന്നേർക്കു നീളുന്ന മിഴിമുനയാരുടേതാകാം. ഒരു നറു പുഷ്പമായി എന്നേർക്കു നീളുന്ന മിഴിമുനയാരുടേതാവാം. ഒരു മഞ്ജുഹർഷമായി എന്നിൽ തുളുമ്പുന്ന നിനവുകളാരെയോ കാണാം. അറിയില്ലെനിക്കറിയില്ല, പറയുന്നു സന്ധ്യ തൻ മൗനം മൗനം. ഒരു നറു പുഷ്പമായി എന്നേർക്കു നീളുന്ന മിഴിമുനയാരുടേതാവാം. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ അടുത്ത് ഇതിന്റെ ഇടയ്ക്ക് മലതേ മൗനമാ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പാർവതി അല്ലേ? ഞാൻ പാർവതി എന്തായാലും പാടാം, മലതേ മൗനം പാടാം. അപ്പോൾ എല്ലാവരും മറക്കാതിരിക്കുക, ഈ പരിപാടിയുടെ ഇത് കാണുന്നതിന്റെ കൂടെ തന്നെ നിങ്ങളാൽ കഴിയുന്ന ഒരു സംഖ്യ ദയയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അത് 100 രൂപയാണെങ്കിൽ 100 രൂപ, അതിൽ താഴെയാണെങ്കിൽ അതിൽ മുകളിലാണെങ്കിൽ ഏതാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ സൗകര്യം പോലെ എല്ലാവരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള, അതൊരു വേറൊരാൾക്ക് ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാൾക്ക് അതൊരു സഹായമാണെങ്കിൽ അതൊരു വലിയ പുണ്യമാണ്. അപ്പോൾ അത് ചെയ്യുക. ഓക്കെ, അപ്പോൾ മലരേ മൗനമ എന്നുള്ള പാട്ട്. பாதி ஜீவன் கொண்ட தேகம் வாழ்ந்து வந்ததோ, மீதி ஜீவன் உன்னை பார்க்க போது வந்ததோ. ஏனோ சுகம் உள்ளூருதேனோ மனம் தள்ளாடுதே. இரவை தொடவா விருந்தை தரவா, வாழ்வோடு கண்கள் மூடவா. மலரே மௌனமா மௌனமே வேதமா. மலர்கள் பேசுமா, பேசினால் ஓயுமா அன்பே மலரே. மௌனமா மௌனமே வேதமா. ഹായ് ജാനകി ചേച്ചി, ഹായ് വിജയകുമാർ ചേട്ടാ, താങ്ക് യു. ജയ ഹായ്, മായ ഹായ്, താങ്ക് യു. കവിത പൊണ്ണ്, താങ്ക് യു. ടീച്ചർ പാടാം, ഒരു ചെമ്പനീർ പൂവെടുത്തു ഞാൻ പാടാം. അത് നമുക്ക് ആക്ച്വലി ഒരു ഡെഡിക്കേഷൻ പ്രധാനമായിട്ട് പറയാനുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദയയുടെ ആംബുലൻസ് ചലഞ്ചിലേക്ക് 2 ലക്ഷം രൂപ സംഭാവന ചെയ്ത രാമചന്ദ്രൻ അങ്കിളും ശ്രീദേവി ആന്റിയും, അവര് UK ബേസ്ഡ് ആണ്, നമ്മുടെ നാട്ടുകാർ തന്നെയാണ്, പത്തിരിപ്പാലയുള്ളവർ തന്നെയാണ്. അപ്പോൾ അതിലുപരി അവര് വലിയൊരു പുണ്യപ്രവൃത്തി ചെയ്തു എന്നതിലുപരി അവരുടെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന്. അപ്പോൾ ആഘോഷങ്ങൾ അവര് ആഘോഷിച്ചത് ദയക്ക് 2 ലക്ഷം രൂപ ആംബുലൻസ് ചലഞ്ചിലേക്ക് നൽകിക്കൊണ്ടാണ്. അപ്പൊ അവർക്ക് വേണ്ടി ഒരു ചെമ്പനീർ പൂവിർത്തു എന്ന പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
അവർക്ക് ജീവിതത്തിൽ എല്ലാ നന്മയും ഉണ്ടാവട്ടെ. അവരുടെ ദാമ്പത്യ ജീവിതം എത്രാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അത് എത്രാമത്തെ ആണെങ്കിലും ഒരുപാട് വർഷങ്ങൾ സ്നേഹിച്ച് സന്തോഷമായിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റട്ടെ. ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് ഞാനും അതേപോലെ തന്നെ ദയയുടെ എല്ലാ മെമ്പേഴ്സിന്റെയും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഞാൻ ആശംസിക്കുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി ചെമ്പനീർ പൂവിർത്തു എന്ന പാട്ട് പാടുന്നു. ഒരു ചെമ്പനീർ പൂവിറുത്തു ഞാനോമലേ, ഒരു വേള നിന്നേർക്കു നീട്ടില്ല. ഒരു ചെമ്പനീർ പൂവിറുത്തു ഞാനോമലേ, ഒരു വേള നിന്നേർക്കു നീട്ടില്ല. എങ്കിലും എങ്ങനെ നീയറിഞ്ഞോ എൻ്റെ ചെമ്പനീർ പൂക്കുന്നതായി, നിനക്കായി സുഗന്ധം പരത്തുന്നതായി, നിനക്കായി. പറയൂ നീ പറയൂ, പറയൂ നീ പറയൂ. ഒരു ചെമ്പനീർ പൂവിറുത്തു ഞാനോമലേ, ഒരു വേള നിന്നേർക്കു നീട്ടില്ല. അപ്പോ ഈ ഗാനം അവർക്ക് കേട്ടാൽ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എല്ലാവരുടെ പേരിലും. താങ്ക് യു. നല്ലത് എന്ന് പറയുന്ന ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി. എനിക്ക് എല്ലാവരുടെയും പേര് പെട്ടെന്ന് ഇങ്ങനെ പറയാൻ പറ്റുന്നില്ല. അറിയാതെ സുഭാഷ് ഏട്ടാ ഞാൻ ഉറപ്പായിട്ടും പാടാം. താങ്ക് യു ശോഭ ചേച്ചി. ഈ ചെമ്പനീർ പൂവ് കൃഷ്ണലീല ടീച്ചർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ടീച്ചർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. സുനിൽ, മൈ ഡോട്ടർ ശ്രേയക്ക് നാനടിച്ചാൽ താങ്കമാട്ടെ, ഞാൻ പാടാം. താങ്ക് യു ടീച്ചർ. എന്റെ എല്ലാം അല്ലേ, അത് ഞാൻ പാടാം. അപ്പോൾ ഇപ്പൊ ഏതാ പാടണ്ട്? ഇപ്പോ അറിയാതെ എന്നുള്ള പാട്ട്. അറിയാതെ പവിഴവാർ തിങ്കളറിയാതെ അലയാൻ വായി പ്രണയകൽപ്പത്തിലമരാൻ വാ. ഇതൊരമര ഗന്ധർവയാമം, ഇതൊരനഘ സംഗീത സല്ലാപം, അലഞ്ഞുറിയുമാഷാഢതീരം, അതിലമൃദു പെയ്യുമീ ഏഴാം യാമം. അറിയാതെ പവിഴവാർ തിങ്കളറിയാതെ അലയാൻ വായി പ്രണയ കൽപ്പത്തിലമരാൻ വാ. ഓക്കെ. ഇപ്പൊ നേരത്തെ ഉമ്മച്ചേച്ചി എൻ്റെ അടുത്തൊരു പാട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഈയിടെ അടുത്ത് ചെയ്ത മദേഴ്സ് ഡേക്ക് ചെയ്തൊരു ആൽബം ആയിരുന്നു ഉയർ എന്ന ആൽബം. അതിലത്തെ ഞാൻ കമ്പോസ് ചെയ്ത പാട്ടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉമ്മച്ചേച്ചിക്ക് വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ജോജിജി താങ്ക് യു. ബിനു ചേട്ടന്റെ മെസ്സേജ് എല്ലാവരും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹം പറയുന്ന കാര്യം ഞാൻ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. അപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നിങ്ങൾക്ക് ആവുന്ന ഒരു എമൗണ്ട് പറ്റുന്ന രീതിയിൽ ട്രാൻസ്ഫർ ചെയ്യുക. എന്താണ് പാടാൻ വന്ന പാട്ട് മറന്നുപോയല്ലോ. ഉയർ എന്ന ഞാൻ കമ്പോസ് ചെയ്തിട്ടുള്ള ആൽബത്തിലത്തെ അത് ഒരു അമ്മയെ കുറിച്ചിട്ടുള്ള ഒരു മോന്റെയും അമ്മയുടെയും പാട്ടാണ്. അപ്പൊ ആ പാട്ട് എല്ലാ അമ്മമാർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അതിന്റെ പല്ലവി പാടുന്നു. മൗനമോടെ സ്നേഹവീണ മിന്നി നിന്നതോ, അമ്മ മൂളും പാട്ടു കേൾക്കാൻ കാത്തു നിന്നതോ, ചാരെ വന്നു മൂകനായി ഓർമ്മ പോലുമീറനായി പാർവണം മറഞ്ഞുപോയി ജീവനിൽ.
അമ്മ 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 എന്നമ്മ അമ്മ 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 എന്നമ്മ. ഓക്കെ, അപ്പോൾ അമ്മ ചേച്ചി ഹാപ്പി ആയെന്ന് വിചാരിക്കുന്നു. നാനടിച്ച തങ്കമാട്ടെ എന്നുള്ള പാട്ട് ശ്രേയ എന്ന മോൾക്കല്ലേ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി நான் அடிச்சா தாங்க மாட்டேன், 4 மாசம் தூங்க மாட்டேன், மோதி பாரு வீடு போய் சேர மாட்டேன், ஏய் நான் புடிச்சா உடும்பு புடி, நான் சிரிச்சா வான வெடி, நான் பாடும் பாட்டுக்கு தோல் பரணி எடு, நான் அடிச்சா தாங்க மாட்டேன், 4 மாசம் தூங்க மாட்டேன், மோதி பாரு வீடு போய் சேர மாட்டேன். ഓക്കെ, അപ്പം മോള് ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ പാട്ട് മോൾക്ക് കേൾപ്പിച്ചു കൊടുക്കുക, ഇത് കാണുന്നുണ്ടെങ്കിൽ കേൾപ്പിച്ചു കൊടുക്കുക. എന്തിനു വേറൊരു സൂര്യോദയം, എന്റെ എല്ലാം എല്ലാം അല്ലേ അതിന് മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോ എന്റെ എല്ലാം എല്ലാം അല്ലേ, എന്റെ ചേലൊത്ത ചെമ്പരുന്തല്ലേ, നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ ഞാനല്ലേ, നിന്റെ മാറിലെ മായാ ചന്ദനപ്പൊട്ടെനിക്കല്ലേ എനിക്കല്ലേ, കിലുങ്ങാ കിങ്ങിണിപ്പൊട്ടെ ചിരിക്കാ ചെമ്പകമൊട്ടെ, മിനുങ്ങാൻ എന്താണ് എന്താണ് ഹൊയ് 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 ഹൊയ്, മയങ്ങാൻ എന്താണ് എന്താണ് എന്താണ്, മിനുങ്ങാൻ എന്താണ് എന്താണ് എന്താണ്, എന്റെ എല്ലാം എല്ലാം അല്ലേ, എന്റെ ചേലൊത്ത ചെമ്പരുന്തല്ലേ, നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ ഞാനല്ലേ, നിന്റെ മാറിലെ മായാ ചന്ദനപ്പൊട്ടെനിക്കല്ലേ എനിക്കല്ലേ. ഓക്കെ, അപ്പൊ കുറെ ലൈക്കുകൾ ഇവിടെ വരുന്നുണ്ട്. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പാടിക്കൊണ്ടിരിക്കുന്നതും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ രാജേഷേട്ടൻ പറയുന്ന പോലെ പാട്ടുകൾ ആസ്വദിക്കുന്നതോടൊപ്പം തന്നെ പറ്റാവുന്ന സഹായങ്ങൾ എല്ലാവരും ചെയ്ത് ദയയുടെ ഈ ഒരു പ്രവർത്തനത്തിൽ പങ്കാളിയാവാം. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രണവും ശശിയേട്ടനായിരുന്നു തോന്നുന്നു. അപ്പം അങ്ങനെ ഒരുപാട് നല്ല നല്ല ആർട്ടിസ്റ്റുകൾ ദയയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു, അതിലാണ് ഞാൻ ഒരാളായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ എഗെയിൻ ഇപ്രാവശ്യവും ഈ ഒരു കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത ആ ഒരു സൽപ്രവർത്തിയുടെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ അത്രയും പേർക്ക് വീണ്ടും അവരുടെ മരുന്നുകൾ വാങ്ങിക്കുന്നതിനും അതുപോലെ തന്നെയുള്ള ചെലവുകൾക്കും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നിർധനരായ സഹായം ആവശ്യമുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ട് ദയ ഈ ലൈവ് വീണ്ടും സംഘടിപ്പിച്ചത് അതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു നല്ല പ്രവൃത്തിക്ക് എൻ്റെ ഒരു വലിയ അഭിനന്ദനവും ആശംസയും എൻ്റെ സപ്പോർട്ടും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതാണ് ഈ ലൈവിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഈ നമ്മുടെ പാട്ടുകൾ പാടാൻ നിങ്ങളൊക്കെ സംസാരിക്കുക എന്നുള്ളതിൻ്റെ കൂടെ തന്നെയുള്ള മെയിൻ ഉദ്ദേശം. ലക്ഷ്മി ചേച്ചി വണ്ടർഫുൾ പ്രസന്റേഷൻ, അതൊക്കെ വന്നു പോകുന്നതാണ്. വണ്ടർഫുൾ പ്രസന്റേഷൻ ഒന്നുമല്ല ഇതിങ്ങനെ, എനിക്ക് പ്രത്യേകിച്ച് പ്രസന്റ് ചെയ്യാനൊന്നും അറിയില്ല. പിന്നെ എല്ലാവരോടും ഒക്കെ സംസാരിക്കുന്ന പോലെ അങ്ങ് സംസാരിച്ച് വിടാണ്. വിഷ്ണു കേസ് എന്തിനു വേറെ സൂര്യോദയം മറന്നു വിഷ്ണു, ഒരു മിനിറ്റ് ഇപ്പൊ പാടാം. ശ്യാമഗോപിക്ക് ഈ മിഴി പൂക്കളിന്നെന്റെ ഈറനായി, താരകാങ്കുലി ലാളനങ്ങളിൽ ആർദ്രമായി മാനസം, നീ എന്റെ ആനന്ദ നീലാംബരി, നീ എന്നും അണയാത്ത ദീപാഞ്ജലി, ഇനിയും ചിലമ്പണിയൂ, എന്തിനു വേറൊരു സൂര്യോദയം, നീ എൻ പൊന്നുഷ സന്ധ്യയല്ലേ, എന്തിനു വേറൊരു മധുവസന്തം, ഇന്നു നീ എന്നരികിലില്ലേ, മലർവനിയിൽ വെറുതെ എന്തിനു വേറൊരു മധുവസന്തം. ഓക്കെ വിഷ്ണു, അപ്പോ
എന്തിനു വേറൊരു സൂര്യോദയം പാടിയിട്ടുണ്ട്. ഇതിലിടയ്ക്ക് ഞാൻ കുറെ പാട്ടുകൾ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. ഇതില് സലീം ചേട്ടാ താങ്ക് യു, ജാനകി ചേച്ചി താങ്ക് യു. ഇതിനിടയ്ക്ക് ആരോ 1000 രൂപ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ സത്യം പറഞ്ഞ പേര് നോക്കാൻ ഞാൻ വിട്ടുപോയതല്ല, പാടിക്കൊണ്ടിരിക്കുന്നതിടെ കൂടെ സ്ക്രോളായി പോയി. അപ്പൊ അവർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. അച്ചു സതീഷ് താങ്ക് യു, ആന്റണി ചേട്ടാ താങ്ക് യു, രേഷ്മ കൃഷ്ണകുമാർ താങ്ക് യു. വെണ്ണില ചന്ദനക്കിണ്ണം, വെള്ളൈഹൂട്ടി, ആ പേര് കൊള്ളാലോ ചേട്ടാ. ഓക്കെ, അപ്പോ ചേട്ടന് വേണ്ടിയിട്ട് വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ, മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് അറ്റക്കിളി പോകും നേരം, മഞ്ഞണിത്തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ, കാലിമേയുന്ന പുല്ലാണിക്കാട്ടിൽ കണ്ണിമാങ്ങ കടിച്ചു നടക്കാം, കാറ്റിൽ പാദസരങ്ങൾ കീലുക്കാം, കുന്നി മഞ്ചാടിക്കുന്നിലേറാം. വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. ജനാർദ്ദനൻ ചേട്ടാ, എന്നോട് എന്തിനീ പിണക്കം, അതെനിക്ക് ഏതാണ്ട് അറിയുള്ളൂ. അപ്പൊ അത് ഏതാണ്ട് പാടിക്കഴിയുമ്പോൾ എന്നോട് പിണങ്ങരുത്, ചിലപ്പോൾ വരികളൊക്കെ തെറ്റും. അപ്പോൾ ഇതിലും ഇപ്പൊ പാടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ചെറിയ വരികളൊക്കെ മിസ്സായി പോകുന്നുണ്ട്. അപ്പൊ ഞാൻ സ്വന്തമായിട്ട് രചിക്കുകയാണ്, അതങ്ങനെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങ് മാനേജ് ചെയ്ത് പോവാണ്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. മഞ്ജുള ചേച്ചി 200 രൂപ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, താങ്ക് യു. അതുപോലെ തന്നെ ബിനിചേട്ടൻ ഇതിന്റെ ഇടയിൽ അതിന്റെ വേണ്ട ഡീറ്റെയിൽസ്, അക്കൗണ്ട് നമ്പർ, അതുപോലെ ഗൂഗിൾ പേ നമ്പർ എല്ലാം അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കൂടെ അതും കൂടെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോ എന്നോടെന്തിനീ പിണക്കം, എന്നുമെന്തിനാണെന്നോടു പരിഭവം, ഒരുപാടു നാളായി കാത്തിരുന്നു, നീയൊരു നോക്കു കാണാൻ വന്നില്ല, ചന്ദനത്തെന്നലും പൂനിലാവും താരരരരരരരര ദരരരരേ, എന്നോടെന്തിനീ പിണക്കം, എന്നുമെന്തിനാണെന്നോടു പരിഭവം. ഓക്കെ, തരീഖ് ഇക്ക വേറൊരു പാട്ട് ചോദിക്കുമോ? എനിക്ക് ചുംബനപ്പൂ കൊണ്ട് മൂടി, എനിക്ക് അതിന്റെ 2 വരി അറിയുള്ളൂ. എനിക്കത് ട്യൂൺ ഏതാണ്ട് അറിയാന്നല്ലാതെ വരികൾ മര്യാദയ്ക്ക് അറിയില്ല. അതേപോലെ തന്നെയാണ് വിഷ്ണു മറന്നുപോ പൂമകളെ എന്നുള്ള പാട്ടിന്റെ കാര്യം എനിക്ക് മര്യാദയ്ക്ക് അറിയില്ല. ഷുക്കൂറുക്ക അമ്മ മഴക്കാറ് ഞാൻ പാടാം. അതിനു മുമ്പ് കണ്ടു ഞാൻ മിഴികളിൽ എന്നുള്ള പാട്ട് നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് ഏലമ്പടി ഏലയിലല്ലോ എന്നുള്ള പാട്ട് പാടുമെന്ന് ആദ്യമേ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പാടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വിട്ടുപോയി. അപ്പൊ ഞാൻ EB രമേശ് ഏട്ടൻ 500 രൂപ ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനുള്ള നന്ദി അറിയിക്കുന്നു. കണ്ണേ കലൈമാനെ ഞാൻ പാടാം. ഇപ്പൊ ആദ്യം ഏലമ്പടി എന്നുള്ള പാട്ടിന്റെ 2 വരി. ഏലം പടിയേലേലേലോ താളം പിടി കയ്യാലേലോ, വെണ്ണിക്കൊടി പാറും പടി ചുണ്ടൻ പെണ്ണാളെ, ആ ചേലൊത്തൊരു ചേലേൻ ചുറ്റി പെണ്ണുങ്ങള് ചേറിലിറങ്ങിയ, പാടത്തെ പിള്ളേർക്ക് പണിയാ പിന്നളിയാ, ആ ഏലമ്പടിയേലേലേലോ താളം പിടി കയ്യാലേലോ, വെണ്ണിക്കൊടി പാറും പടി ചുണ്ടൻ പെണ്ണാളെ. ഓക്കെ, അപ്പൊ ജനാർദ്ദനൻ ചേട്ടൻ, അതുപോലെ തന്നെ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ചില പേരുകൾ വിട്ടുപോകുന്നുണ്ട്, അവർക്കൊക്കെ ഒരുപാട് നന്ദി. കണ്ടു ഞാൻ മിഴികളിൽ എന്ന ഗാനം നേരത്തെ ആരാണ് ചോദിച്ചെന്നുള്ള പേര് ഞാൻ വിട്ടുപോയി. അപ്പൊ അവർക്ക് വേണ്ടി കണ്ടു ഞാൻ മിഴികളിൽ ആലോലമാം നിൻ ഹൃദയം, ഓ
കേട്ടു ഞാൻ മൊഴികളിൽ വാചാലമാം നിൻ നൊമ്പരം. ഓ ഗോപുരപ്പൊൻകോടിയിൽ അമ്പലപ്രാവിൻ മനം പാടുന്നൊരാരാധനാ മന്ത്രം പോലെ കേട്ടു ഞാൻ മൊഴികളിൽ വാചാലമാം നിൻ നൊമ്പരം. ഓ അല്ലിമലർക്കാവിൽ പാടാലോ? അപ്പോൾ ഒരുപാട് പേര് ദയയുടെ ഈ പുണ്യപ്രവൃത്തിയിൽ പങ്കെടുക്കുന്നുണ്ട്. കയ്യിലുള്ള പോലെ ഒരുപാട് പേര് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. മെല്ലെ മെല്ലെ മുഖപടം പാടാം. ദിവ്യല്ലേ ചോദിച്ച? മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നെറുകയിൽ അരുമയായി പുണർന്നതാരോ. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നെറുകയിൽ അരുമയായി പുണർന്നതാരോ. അപ്പോ ഷായി ചേട്ടന് വേണ്ടിയിട്ടാണോ നേരത്തെ മാപ്പിളപ്പാട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഷായി ചേട്ടനാണെന്ന് തോന്നുന്നു. ഷായി ചേട്ടന് വേണ്ടി സംകൃത പമകരി തങ്കത്തുങ്ക തതിങ്കിണ ദിംകൃത ദിമികിടമേളം തകതം ദരി സരിഗമ തക്കിട ചത്തത്തി ദിങ്കിണ ദിം ദിമിതാളം കൃതതാളം ആ സംകൃത പമകരി തങ്കത്തുങ്ക തതിങ്കിണ ദിംകൃത ദിമികിടമേളം തകതം ദരി സരിഗമ തക്കിട ചത്തത്തി ദിങ്കിണ ദിം ദിമിതാളം കൃതതാളം. ഓക്കെ, അപ്പൊ തൽക്കാലം ഇത്രയും കൊണ്ട് തൃപ്തിപ്പെടണം. ഇതിൽ കൂടുതൽ ഞാൻ പാടിക്കഴിഞ്ഞാൽ എനിക്ക് ലിറിക്സ് കയ്യിൽ നിന്ന് പോകും. ആരാധിക എന്നുള്ള പാട്ട് സിബി ഹായ് ഹലോ. ആരാധിക എന്നുള്ള പാട്ട് ആരാധികേ മഞ്ഞുരുകും വഴിയരികേ രാവേറയായി കാത്തുനിന്നു മിഴി നിറയേ നീ എങ്ങു പോകിലും അകലേക്കുമായിലും എന്നാശകൾ തൻ മൺതോണിയുമായി തരരാരാരാരാ എന്റെ നെഞ്ചാകെ നീയല്ലേ എന്റെ ഉന്മാദം നീയല്ലേ നിന്നെ അറിയാൻ ഉള്ളു നിറയാൻ ഒഴുകി ഒഴുകി ഞാൻ മഞ്ഞുതിരും വഴിയരികെ ആരാധിക്കേ. ഈ പാട്ട് ഈ അടുത്ത കാലത്ത് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു പാട്ടാണ്. സൂരജ് സന്തോഷാണ് ഇത് പാടിയിട്ടുള്ളത്. അമ്പിളി എന്നുള്ള സിനിമയിലത്തെ സൂരജ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സുഭാഷ് ചന്ദ്രബോസ് എന്ന സിനിമയിൽ നല്ലൊരു പാട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആരാധിക എന്നുള്ള പാട്ട് കഴിഞ്ഞതിന് ശേഷം സൂരജ് പാടുന്ന മലയാള സിനിമയിലത്തെ ഒരു പാട്ടാണത്. അപ്പോൾ അത് വരുമ്പോൾ എല്ലാവരും കേൾക്കുക, നല്ലതാണെങ്കിൽ സ്വീകരിക്കുക. ഹായ് പ്രവീൺ ചേട്ടാ, ആന്റണി ചേട്ടാ എഴുതിയ നല്ല വാക്കുകൾക്ക് ഒരുപാട് നന്ദി. ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു പറയുന്നതിൻ്റെ ഇടയിൽ കൂടെ.
ഫഹദ് ബായ് വേറൊരു പാട്ട് ചോദിക്കോ? താങ്ക് യു ബിനു ചേട്ടാ. അമൃത, ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. നമ്രശീർഷരായി നിൽപ്പു നിൻ മുന്നിൽ കമ്ര നക്ഷത്ര കന്യകൾ. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. നമ്രശീർഷരായി നിൽപ്പു നിൻ മുന്നിൽ കമ്ര നക്ഷത്ര കന്യകൾ. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. അമൃത അജയൻ കുറെ നേരമായിട്ട് ഈ പാട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ എനിക്കത് അറിയാവുന്നതുകൊണ്ട് ഞാൻ പാടിയതാണ്. ഫഹദ് ബായ് വേറൊരു പാട്ട്, ഉണ്ണികളെ ഒരു കഥ പറയാം. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. പുൽമേട്ടിലോ പൂങ്കാട്ടിലോ, പുൽമേട്ടിലോ പൂങ്കാട്ടിലോ വന്നു പിറന്നു പണ്ടിളം മോളം കൂട്ടിൽ. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. വിഷ്ണു KS വേറൊരു പാട്ട് ചോദിക്കോ? അപ്പോൾ ഇവിടെ ബിനു ചേട്ടനും രമേശ് ചേട്ടനൊക്കെ ഒരുപാട് തവണ എഴുതുന്നുണ്ട്. ഇത് ആസ്വദിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ ലൈവിൻ്റെ ഉദ്ദേശം കൂടെ എല്ലാവരും മനസ്സിലാക്കി അതും കൂടെ ശ്രദ്ധിച്ച് അവനവന് പറ്റുന്ന കാര്യങ്ങൾ ദയയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക. അപ്പം എല്ലാവരും അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നെനിക്ക് കാണാം. അപ്പോൾ അത് ചെയ്യുന്നതിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ അത് ദയയുടെ ഭാഗത്തു നിന്നും ഒരുപാട് എന്താ പറയുക, നന്ദിയുള്ള കാര്യമാണ്. അവർക്ക് സന്തോഷമുള്ള കാര്യമാണ്. അവരെക്കാൾ കൂടുതൽ അത് അർഹിക്കുന്നവർക്ക് ഗുണമുള്ള കാര്യമാണ്. അപ്പം അത് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷം. കരളെ നിൻ കൈപിടിച്ചാൽ എന്ന പാട്ട് പാടാം. വൈശാഖ് ഞാൻ പാടാം. കരളെ നിൻ കൈ പിടിച്ചാൽ കടലോളം വെണ്ണിലാവ്, ഉൾക്കണ്ണിൻ കാഴ്ചയിൽ നീ ഉരുകുന്നൊരു വെൺപിറാവ്. കരളെ നിൻ കൈ പിടിച്ചാൽ കടലോളം വെണ്ണിലാവ്, ഉൾക്കണ്ണിൻ കാഴ്ചയിൽ നീ ഉരുകുന്നൊരു വെൺപിറാവ്. എന്നുവരും നീ പ്രിയതേ, എന്നുവരും നീ, എന്നുവരും നീ പ്രിയനേ, എന്നുവരും നീ. ഓക്കെ, അപ്പോൾ മഞ്ജുള ചേച്ചി അതുപോലെ വേറെ വിജയ് സോങ് കുറെ നേരമായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഈ അടുത്തിടെ ഇറങ്ങിയ അടുത്തിടെ അല്ല 3-4 വർഷമായി. അപ്പോൾ ആ പാട്ട് ഉന്നാലെ ഉന്നാലെ എന്നുള്ള ഗാനം എല്ലാവർക്കും വേണ്ടി പാടും. ഉന്നാലെ എന്നാളും എൻ ജീവൻ വാഴുതേ, சொல்லாமல் உன் சுவாசம் என் மூச்சில் சேருதே, உன் கைகள் கோர்க்கும் ஓர் நொடி என் கண்கள் ஓரம் நீர்த்துளி, நீ பார்க்க பார்க்க காதல் கூடுதே. உன்னாலே என்னாலும் என் ஜீவன் வாழுதே, சொல்லாமல் உன் சுவாசம் என் மூச்சில் சேருதே.
ഓക്കെ, അപ്പോൾ വിജയ് സോങ് ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അമ്മ என்றழைക്കാതെ എന്നുള്ള ഗാനം ഇതിനിടയിൽ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി ഇപ്പോൾ മഞ്ജുള ചേച്ചി ഇവിടെ പറയുന്നുണ്ട്, കലയും കാരുണ്യവും നിറഞ്ഞ ഈ വേളയിൽ അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫണ്ട് സമാഹരണം. അപ്പോൾ അതാ കൃഷ്ണലീല ടീച്ചർ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്, താങ്ക് യു. അതുപോലെ ഒരു വ്യക്തമായ ഉദ്ദേശം വെച്ചുകൊണ്ടുള്ള വിഷ്ണു ഈറൻമേഘം എന്നുള്ള പാട്ടിന്റെ അനുപല്ലവിയും പല്ലവിയൊക്കെ ഞാൻ ആദ്യം പാടി. അപ്പം ഇനി വീണ്ടും പാടിയ പാട്ട് പാടുന്നില്ല, നമുക്ക് വേറെ പാട്ട് പാടാം. അപ്പോൾ ഒരു വ്യക്തമായ ഉദ്ദേശം വെച്ചുകൊണ്ടുള്ള ഒരു ലൈവാണ്. അപ്പോൾ അതിന്റെ ഉദ്ദേശം എല്ലാവരും മനസ്സിലാക്കി പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യുക, നിങ്ങളുടെ കയ്യിലുള്ള പറ്റാവുന്ന കോൺട്രിബ്യൂഷൻ ചെയ്യുക. അപ്പോൾ അമ്മ என்றழைക്കാതെ എന്ന പാട്ട് എല്ലാവർക്കും വേണ്ടി. അമ്മ என்றழைக்காத உயிரில்லையே, அம்மாவை வணங்காது உயர்வில்லையே. அம்மா என்றழைக்காத உயிரில்லையே, அம்மாவை வணங்காது உயர்வில்லையே. நேரில் நின்று பேசும் தெய்வம் பெற்ற தாயொன்று வேறொன்று ஏது. அம்மா என்றழைக்காது உயிரில்லையே, അമ്മാവൈ വണങ്ങാതെ ഉയർവില്ലയേ. ഈ പാട്ട് ബിനു ചേട്ടാ, ചിന്ന ചിന്ന ആസൈ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കൂടുതലും ഇപ്പൊ ഇത്രയും പാട്ട് കുറെ ബൈഹാർട്ടൊക്കെ പാടാൻ പറ്റുന്നത് കോമ്പറ്റീഷൻസിന് പഠിച്ചതായതുകൊണ്ടും നമ്മുടെ പ്രൊഫഷൻ അതായതുകൊണ്ടും ഒക്കെയാണ്. അപ്പൊ നമ്മൾ കൂടുതൽ പാടുന്നത് മെയിൽ സോങ്സ് ആണ്. അപ്പൊ മെയിൽ സോങ്സ് പാടുമ്പോഴാണ് നമുക്ക് ഈ വരികൾ പഠിക്കണം. മറ്റത് ഫീമെയിൽ സോങ്സും എല്ലാം നമ്മൾ കേൾക്കുമെങ്കിലും നമുക്കത് പഠിക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരാത്തതുകൊണ്ട് അത് നമ്മൾ പാടിയാലും അത്രത്തോളം അത് നന്നാവില്ല. അപ്പൊ അതുകൊണ്ടാണ്. അപ്പോൾ പരമാവധി മെയിൽ സോങ്സ് ചോദിച്ചു കഴിഞ്ഞാൽ സൗകര്യമായിരിക്കും. അമ്മ என்றழைക്കാതെ പാടിയപ്പോഴാണ് നേരത്തെ എൻ്റെ അടുത്ത് അമ്മ മഴക്കാരന് കണ്ണിറഞ്ഞു എന്നുള്ള പാട്ട് പാടാൻ ആരോ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഞാനത് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാരാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അവർക്ക് വേണ്ടിയിട്ട് അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. കന്നിവേയിൽ പാടത്തു കനലെരിഞ്ഞു, ആ മൺകൂടിൽ ഞാൻ പിടഞ്ഞു. മണൽ മായ്ക്കുമീ കാൽപ്പാടുകൾ തേടി വരുന്നൊരു ജപസന്ധ്യേ. അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. വിദ്യാശങ്കർ ചേട്ടാ, എനിക്ക് ആ പാട്ട് അറിയില്ല, വേറൊരു പാട്ട് ചോദിക്കോ? ഇതില് കുറച്ച് പാട്ടുകൾ ഷായി ചേട്ടാ, എന്താ സംഭവം എന്ന് വെച്ചാലേ, നമുക്ക് തകർക്കാൻ പറ്റിയ പാട്ട് പാടണമെന്ന് മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിലും നമുക്കിപ്പോൾ ഒന്നാമത്തെ കാര്യം നമുക്ക് ഡാൻസ് ചെയ്യാൻ പറ്റില്ല. രണ്ട്, നമ്മൾ ഇങ്ങനത്തെ ഒരു ലൈവ് സ്ക്രീനിന്റെ ഒക്കെ മുന്നിലിരിക്കുമ്പോൾ നമുക്ക് അതിനുള്ളൊരു പോസിബിലിറ്റി, ഒരു സ്റ്റേജ് അല്ലാത്തതുകൊണ്ട് അത് ഭയങ്കര കുറവാണ്. അപ്പം നമ്മളതിലൊരു ഏറ്റവും അതുകൊണ്ടാണ് എല്ലാവരും ഈ ലൈവിൽ വരുമ്പോഴും ഒക്കെ കൂടുതലും മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകൾ പാടാനുള്ള ഒരു സേഫ്റ്റിയും കൂടെ കണക്കാക്കിയിട്ടാണ്. അപ്പം നമുക്ക് പരമാവധി അത്തരം ഗാനങ്ങളിലൂടെ പോകുന്നതായിരിക്കും നല്ലത്. കാരണം അത് കേട്ടാലും പാടിക്കഴിഞ്ഞാൽ കേട്ടാലും മറ്റത് പാടുമ്പോൾ കേൾക്കുന്ന ഒരു സുഖം ഉണ്ടാവില്ല. കാരണം നമുക്കതിൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട്, അപ്പം ആ ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് മെലഡി വെച്ച് തന്നെ മുന്നോട്ട് പോവാം. ആരാരും കാണാതെ എന്നുള്ള പാട്ട്, അതിന്റെ ഇടയിൽ കുറെ പേര് ഞാൻ ചില പാട്ടുകൾ പാടുന്നില്ല. അത് വേറൊന്നും കൊണ്ടല്ല, എനിക്ക് ആ പാട്ട് അറിയാത്തതുകൊണ്ട് മാത്രമാണ്. കാരണം പാടി ഒരു പാട്ടിനെ നശിപ്പിക്കണ്ടല്ലോ എന്നുള്ള കാരണം കൊണ്ടാണ്.
അപ്പോൾ ആരാരും കാണാതെ എന്നുള്ള പാട്ട് സുരേഷ് പള്ളത്തേട്ടൻ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് നന്ദി. താങ്ക് യു. നല്ലത് പറയുന്ന എല്ലാവർക്കും നന്ദി. വൈജ കുമാരി കാതൽ റോജാവെ ഞാൻ പാടാം. ഞാനിപ്പോൾ പാടാൻ നിന്നത് ആരാരും കാണാതെ എന്നുള്ള പാട്ട്. ആരാരും കാണാതെ ആരോമൽ തൈമുല്ല പിന്നെയും പൂവിടുമോ, പൂഞ്ചില്ലെത്തുമ്പിന്മേൽ ചാഞ്ചാടും പൂമൊട്ടെ നെഞ്ചോടു ചേർന്നിടുമോ. ആരാരും കാണാതെ ആരോമൽ തൈമുല്ല പിന്നെയും പൂവിടുമോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ രാജാ സാറുടെയും അതേപോലെ SPB സാറുടെ ഒക്കെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. ഇപ്പോൾ SPB സോങ് പാടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എനിക്കിഷ്ടപ്പെട്ട SPB സാറുടെ എല്ലാ പാട്ടുകളും, ഒരുപാട് പാട്ടുകൾ ഇഷ്ടമാണ്. നേരത്തെ ഞാൻ മലരെ മൗനമ പാടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലെ ഇഷ്ടപ്പെട്ട മറ്റൊരു ഗാനമാണ് സുന്ദരി കണ്ണാലൊരു സേതി சொல்லடி എന്നാൽ നല്ല തേതി என்னையே தந்தேன் உனக்காக ஜன்மமே கொண்டேனதற்காக நான் உன்னை நீங்க மாட்டேன் நீங்கினால் தூங்க மாட்டேன் சேர்ந்ததை நம் ஜீவனே சுந்தரி கண்ணால் ஒரு சேதி சொல்லடி என்னால் நல்ல தேதி என்னையே தந்தேன் உனக்காக ஜன்மமே കൊണ്ടേനതർക്കാക. അപ്പോൾ SPB സാറുടെ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും വേണ്ടി, ഷുക്കൂർ ഭായ് നിങ്ങൾക്കും വേണ്ടി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് പേര് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. അത് ദയയുടെ പേരിലും എൻ്റെ പേരിലും. രാധിക ചേച്ചി, ഞാൻ മെല്ലെ മെല്ലെ മുഖപടം ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു. കാതൽ റോജാവെ എന്നുള്ള പാട്ട് നേരത്തെ ആരോ ചോദിച്ചു. അപ്പൊ കാതൽ റോജാവെ എങ്കേ നീ എങ്കേ കണ്ണീർ വഴിയുതടി കണ്ണേ, കണ്ണുക്കുൾ നീതാൻ കണ്ണീരിൽ നീതാൻ നെഞ്ചുക്കുൾ നീതാൻ ധാരാരാരാര എന്താനതോ ഏതാനതോ சொல் சொல் കാതൽ റോജാവേ എങ്കേ നീ എങ്കേ കണ്ണീർ വഴിയുതടി കണ്ണേ. താങ്ക് യു ആന്റണി ചേട്ടാ. ലക്ഷ്മി ചേച്ചി, താങ്ക് യു സോ മച്ച്. ഇതിൻ്റെ ഇടയ്ക്ക് സുന്ദരിക്ക് വേണ്ടിയിട്ട് അത് സുന്ദരിക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും അത് എത്തേണ്ട ആളുകളുടെ കയ്യിൽ എത്തുന്ന കാര്യമാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അത് ചെയ്തതിൽ ഒരുപാട് താങ്ക് യു. താങ്ക് യു ചന്ദ്രമോഹൻ ചേട്ടാ. മല്ലിക ചേച്ചി, കണ്ണാനക്കണ്ണ എന്നുള്ള പാട്ട് கண்ணானக்கண்ணே கண்ணானக்கண்ணே என் மீது சாயவா, புன்னான நெஞ்சை ஒன்னாரே ராரே தாரேரா, நாள்தோறும் பாதை உன் மீது சாய்ந்து பூ போல பூக்குமா, தாரே ராரே ராரே தாரே தாரா தாரே ராரே ரா, ആരാരിരാരോ രാരോ രാരോ ആരാരിരാരോ ആരാരിരാരോ രാരോ രാരോ ആരാരിരാരോ. അപ്പോൾ
ഈ പാട്ട് എനിക്ക് വരികൾ കൃത്യമായിട്ട് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പാടാതിരുന്നുണ്ടായിരുന്നത്. കുറെ ഓൾറെഡി തന്നെ അതിലൊരു രാരാരിതാരം ഉണ്ട്, നീ എൻ്റെ ഒക്കെ കുറെ രായിട്ടുണ്ടാന്ന് വെച്ചിട്ട് ഉണ്ടായിരുന്നതാണ്. അപ്പൊ എന്തായാലും എന്നാലും അത് ചോദിച്ചുകൊണ്ട് പാടിയതാണ്. ശോഭ ചേച്ചി ഉയരെ എന്നുള്ള പാട്ട് എനിക്കറിയാം. ജിതിൻ മീശ പിരിക്കാൻ ആയിട്ടില്ലടാ, അത് മീശ വളർന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒരു കഴിഞ്ഞ മാസം ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു വഴി ഉണ്ടാക്കിയായിരുന്നു. ഞാൻ അതിനുശേഷം ഞാനെല്ലാം വീട്ടിലൊക്കെ ആയിരുന്നുകൊണ്ട് ഞാനെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മുളച്ച് വരുന്നതേ ഉള്ളൂ, എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ഞാൻ ആഗ്രഹിച്ചാലും ആ മീശ പിരിയില്ല. അപ്പൊ നമുക്ക് അടുത്തൊരു അവസരത്തിൽ പിരിക്കാം. അപ്പോ എനിക്ക് തോന്നുന്നു ഞാൻ ഇത്രയും ഏതാണ്ട് ഒരു മണിക്കൂർ ആയിക്കൊണ്ടിരിക്കുന്നു. ഇനിയൊരു 4-5 മിനിറ്റ് കൂടെ ഉള്ളൂ. അപ്പോൾ ഇത്രയും നേരം ഈ പാട്ടുകൾ ആസ്വദിച്ച് ഇരുന്നതും അതിലുപരി ദയയുടെ ഈ ഒരു യജ്ഞത്തിൽ അവര് ഉദ്ദേശിച്ച കാര്യത്തിൽ അതിനുവേണ്ടി നടത്തുന്ന ഈ ലൈവിൽ, ഈ പരിപാടിയിൽ ഇത് കണ്ടുകൊണ്ട് ആ ഉദ്ദേശത്തിലേക്ക് ഒരുപാട് ആളുകൾ നല്ല സംഭാവനകൾ നൽകി അവരത് ഷെയർ ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ ഒരു പരിപാടി എന്താ പറയാ, എനിക്ക് ഭാഗമാകാൻ സാധിച്ച ഈ ഒരു കാര്യം വിജയിച്ചു എന്ന് ഞാൻ കരുതുന്നു. അതിനൊരുപാട് സന്തോഷം. സൗമ്യജി മലരെ മൗനമ ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു. ചന്ദനമണിവാതിൽ രാജശേട്ടാ പാടാം. ചന്ദനമണിവാതിൽ പാതിചാരി ഹിന്ദോളം കണ്ണിൽ തിരയിളക്കി ശൃംഗാര ചന്ദ്രികേ നീരാടി നീ നിൽക്കെ എന്തായിരുന്നു മനസ്സിൽ. ഓക്കെ, ലക്ഷ്മി ചന്ദ്രശേഖർ ഇടയ്ക്ക് ഒരു ഹായ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 1 അല്ല 2 ഹായ് വെച്ചോളൂ. നമുക്കതൊന്നും യാതൊരു ചെലവില്ലാത്ത കാര്യമില്ലേ ഒരാൾക്ക് എന്താ പറയാ ഹായ് കൊടുക്കുക, ഹലോ പറയുക എന്നൊക്കെ പറയുന്നത്. പിന്നെന്താണ്, അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക എന്നാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ വേഗം മാറട്ടെ. എല്ലാവരും എന്താ പറയുക പണ്ടത്തേതിനേക്കാൾ ഉഷാറായിട്ട് സാഹചര്യങ്ങൾ ഉണ്ടാവട്ടെ. നിലാവിന്റെ നീലഭസ്മ അമൃത. അതിനു മുന്നേ ഉയരെ എന്നുള്ള പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഉയരേ ഉയരേ வந்து என்னோடு கலந்து விடு நினைவே நினைவே எந்த நெஞ்சோடு கலந்து விடு காதல் இருந்தால் எந்த கண்ணோடு கலந்து விடு காலம் தடுத்தால் என்னை மண்ணோடு கலந்து விடு உயிரே உயிரே வந்து என்னோடு கலந்து விடு நினைவே நினைவே எந்த நெஞ்சோடு கலந்து விடு. ഓക്കെ, അപ്പോൾ പ്രിയങ്ക ഹായ്, താങ്ക് യു. രമേശ് ചേട്ടാ താങ്ക് യു സോ മച്ച്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫീമെയിൽ സോങ്സ് ദയവീത് എൻ്റെ അടുത്ത് ചോദിക്കരുത്. അത് 2 കാര്യമുണ്ട്. അത് ഒരു പൊതുവെ അതങ്ങനെ ഒരു സാധാരണ മെയിൽ സോങ്സ് ആയിട്ട് പാടിക്കഴിഞ്ഞാൽ വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ അതിന്റെ വരികളൊന്നും അറിയുന്നുണ്ടാവില്ല, അതും ഒരു സത്യമാണ്. അപ്പോ എന്താ പറയാ, നേരത്തെ ഒരു പാട്ട് നിലാവിന്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ, ഗോകുൽ പഴനിമല. ദയയുടെ പബ്ലിസിറ്റി ഗ്രൂപ്പിന് വലിയൊരു ഹായ്, വലിയ അഭിനന്ദനം. സുധ ചേച്ചി താങ്ക് യു. ലക്ഷ്മി ചേച്ചി താങ്ക് യു പറയുന്നത് അത് ഒരു ഫോർമാലിറ്റിയുടെ പേരിലൊന്നുമല്ല, അതിന്റെ കൾച്ചറൽ കോർഡിനേഷൻ ലക്ഷ്മി ചേച്ചിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തുടർന്നും ഒരുപാട് നല്ല നല്ല ആർട്ടിസ്റ്റുകളെയും നല്ല കലാകാരന്മാരെയും എന്താ പറയുക, അങ്ങനെ ഒരുപാട് ആളുകളെ കൊണ്ടുവരാൻ ദയക്ക് പറ്റട്ടെ. അത് ചെയ്യുമെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ രമേശ് ഏട്ട ദയയുടെ ചെയർമാനാണ്, അദ്ദേഹമാണ് ഇത് മൊത്തം കാര്യങ്ങളും കൊണ്ടുനടക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്
ഒരുപാട് പേരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലും അത് മുന്നിൽ നിന്ന് നയിക്കുന്നു. അപ്പോൾ അത് ആ ഒരു നയിക്കൽ, ആ ഒരു നേതൃത്വം കൂടുതൽ കൂടുതൽ ഗംഭീരമാവട്ടെ. ഹരിപ്രസാദ് ഏട്ടനാണ് ഇതിന്റെ ഒരു പബ്ലിസിറ്റി കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അതിന്റെ ഈ ഓരോരുത്തർ വരുന്നുണ്ടെന്ന് മറ്റുള്ളവരിലേക്ക് എത്തണമെങ്കിൽ അതിന്റെ ഒരു ആവശ്യം വളരെ കൂടുതലാണ്. അപ്പോൾ അത് നന്നായിട്ട് ചെയ്യാനും ഇനിയും കൂടുതൽ ആളുകൾ ഇതിൽ വരാനും അവരെ അതുപോലെ പബ്ലിസിറ്റി ചെയ്യാനും സാധിക്കട്ടെ. ദയയുടെ പ്രവൃത്തികളെല്ലാം മേൽക്കുമേൽ ഒരുപാട് വിജയങ്ങൾ ഉണ്ടാക്കുന്നതാവട്ടെ. എന്താ പറയുക, ഒരുപാട് മനുഷ്യർക്കത് ഒരു സഹായകരമാകട്ടെ. ഇപ്പോൾ 10ഓളം വരുന്ന, കഴിഞ്ഞ വർഷവും ഇങ്ങനത്തെ ഒരു ലൈവ് നടത്തിയതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 10ഓളം വരുന്ന ആളുകളുടെ അവയവ മാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായിട്ടുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ധനശേഖരണത്തിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അവരുടെ മരുന്ന് വാങ്ങിക്കലും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവം അന്ന് നടത്തിയ ഒരുപാട് ലൈവുകളിലൂടെ ഇതേപോലെ ഒരുപാട് പ്രേക്ഷകർ കാണുകയും അത് അവർ കുറെ കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് അവർക്ക് എല്ലാവർക്കും അത് വലിയ സഹായം ജീവിതത്തിലായിട്ടുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതേപോലെ തന്നെ ആ ഒരു കാര്യം തുടരാൻ വേണ്ടിയിട്ടാണ് ഈ വർഷം വീണ്ടും ഇങ്ങനൊരു ലൈവ് പ്രോഗ്രാമുകൾ ദയ സംഘടിപ്പിക്കാൻ തുടങ്ങിയത്. അവർക്ക് ഉള്ള കോൺട്രിബ്യൂഷനായിട്ട് തന്നെ, അവരുടെ ലൈഫിനൊരു സപ്പോർട്ടായിട്ട്. അപ്പം അത് ചെറിയൊരു സപ്പോർട്ടല്ല, ഒരു വലിയ ഒരു സപ്പോർട്ടാണ് അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ. അപ്പം അതിന് വേണ്ടി ചെയ്യുന്ന ഇന്ന് ഒരുപാട് പേര് കോൺട്രിബ്യൂട്ട് ചെയ്തു. അവർക്ക് എല്ലാവർക്കും എൻ്റെ പേരിലും ദയയുടെ പേരിലും നന്ദി അറിയിക്കുന്നു. അതേപോലെ ഇപ്പം നേരത്തെ പറഞ്ഞ നമ്മുടെ ആംബുലൻസ് ചലഞ്ചിലേക്ക് 2 lakhs സംഭാവന ചെയ്തിട്ടുള്ള ശ്രീദേവി ആൻറ്റിയും രാമേന്ദ്രൻ അങ്കിളും, അപ്പോൾ അവർക്ക് നേരത്തെ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അതേപോലെ ഒരുപാട് നല്ല നല്ല ആളുകൾ പുറത്തുനിന്നും പ്രവാസികളാണെന്നുണ്ടെങ്കിലും വീണ്ടും ഒരുപാട് പേർക്ക് ഉപകരിക്കപ്പെടട്ടെ ദയയിലൂടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ബിനു ചേട്ടാ, അപ്പോൾ താങ്ക് യു. ഒരിക്കൽ കൂടെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഇങ്ങനെ ഒരു മഹത്തായ കാര്യത്തിൽ ഒന്നുമില്ലെങ്കിലും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവുന്ന ഒരു കാര്യത്തിൽ എനിക്കും കൂടെ ഒരു ചെറിയ എൻ്റെ സംഗീതം കൊണ്ട് അതിന് ഉപകരിച്ചു എന്നുള്ളതിൽ ഞാൻ എന്താ പറയുക, നന്ദി അറിയിക്കുന്നു. അതിന് വീണ്ടും വരാൻ വിളിച്ചതിൽ. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ഒഫീഷ്യലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് പാടിയ പാട്ടുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഒരുവിധം എല്ലാവരെയും ഉൾപ്പെടുത്തി പറ്റാവുന്ന പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഞാൻ നല്ലൊരു പാട്ട് കൂടെ പാടി ഞാൻ ഈ ലൈവ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ കോൺട്രിബ്യൂട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. അപ്പോൾ ജോൺസൺ മാഷ്ടെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടിൻ്റെ പല്ലവി പാടി ഞാൻ ഇന്നത്തെ ഈ ഒരു സായാഹ്നം, ഈ ഒരു ലൈവ് വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. സേഫായിട്ടിരിക്കുക. ഇതൊക്കെ പെട്ടെന്ന് മാറി എല്ലാവർക്കും നല്ലൊരു സമയവും സാഹചര്യവും ജീവിതമൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമായി അഴകിൻ പവിഴം പൊഴിയും നിന്നിൽ അമൃതകണമായി സഖി ധന്യനായി. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമായി. അപ്പൊ എല്ലാവർക്കും നന്ദി. പ്രോത്സാഹിപ്പിച്ച, നല്ലത് പറഞ്ഞ, അനുഗ്രഹങ്ങൾ പറഞ്ഞ, കേട്ട് അനുഗ്രഹിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. എല്ലാവരും നന്നായിട്ടിരിക്കട്ടെ. എല്ലാവർക്കും ഒരുപാട് സ്നേഹം. താങ്ക് യു സോ മച്ച് ദയ. ഇനിയും ഇത്തരം നല്ല അതിഥികളും നല്ല സായാഹ്നങ്ങളും അതുപോലെ തന്നെ നല്ല മനുഷ്യരുടെ മനസ്സും ദയയിലൂടെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.